Nevin, Yes, Lalata. you are saved. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. Nevin, Yes, Lalata. you are saved. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. നിങ്ങൾക്ക് അപ്പുറത്തോട്ടിരിക്കാം. அப்போ நான் பொட்டனா? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? Aryan, you are evicted. ഞാൻ ആര് കേട്ടാ? Aryan, you are evicted. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. കേട്ടാ all of you. കേട്ടാ see you guys. Bye. Take care. Bye. My wife and daughter, you will not see any minute of the today. ഇറങ്ങി പോടാ. ബിഗ് ബോസ് ഹൗസ് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. വെറൈറ്റി എക്സ്പീരിയൻസ്. ഒരു 23 വയസ്സുള്ള ഒരു ഇങ്ങനെ വീട്ടിൽ കയറുന്ന പറഞ്ഞ ഒരു ചെറിയ കാര്യമല്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. നാണമുണ്ടോ പോത്തെ? തനിക്ക് നാണമുണ്ടോ? Was it an unfair eviction? അങ്ങനെ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഐ ഫീൽ ഇറ്റ്സ് അൺഫെയർ ഡിസിഷൻ. അപ്പൊ ഇന്നലെ എന്നോട് ഫെയർ എവിക്ഷൻ എന്നാണല്ലോ പറഞ്ഞത്. പിന്നെ ആക്റ്റീവ് ആണ് ഞാൻ. ഈ വീട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ തൊട്ട് എവിക്റ്റ് ആവുന്ന ദിവസം വരെ ഞാൻ നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട്. ജോൺ എന്നോട് എപ്പോഴും പറയാറുണ്ട് സ്ത്രീ വിഷയങ്ങളിലൊന്നും ചെന്ന് ചാടരുന്നും പറ്റും. പക്ഷെ എന്ത് ചെയ്യാൻ സെറീന, സ്ത്രീകൾ എന്നും എന്റെ വീക്ക്നെസ് ആയിപ്പോയി. എല്ലാ സ്ഥലത്തും നെവിനെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ബിക്കോസ് അന്ന് അനുമോളുടെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായില്ലേ, വെള്ളം എടുത്തു കൊടുത്തത് ആര്യനാണ് നെവിനെ ഒഴിക്കാൻ വേണ്ടി. അത് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള അന്തരമാണ്. സംസ്കാരമില്ലായ്മയെന്നും പറയാം. അവിടെയൊക്കെ ഒന്നും കൂടെ പ്രൊവോക്ക് ചെയ്യല്ലോ ചെയ്ത്. അവിടെ ഞാൻ പ്രൊവോക്ക് അല്ല, ഞാൻ അത് എൻജോയ് ആ ചെയ്തത്. ബേസിക്കലി വെള്ളം കൊണ്ട് ഒഴിക്കുന്നതാണോ എൻജോയ് ചെയ്തത്? If Nevin has an issue with Anumol, ഞാൻ എന്തിനാ പോയി പറയണം എടാ നെവിനെ ചെയ്യരുത്, അവന്റെ ഇഷ്യൂ അവൻ തീർക്കും. ചെയ്യരുതെന്ന് ഓക്കെ, വെള്ളം എടുത്ത് കൊടുത്തു, ബാക്കിയും കൂടെ കയ്യിന്ന് പോയടാ ചാർലി. അത് എനിക്കറിയില്ലല്ലോ ഇവരെ മൈൻഡിൽ ഇപ്പൊ ആ സമയത്ത് എന്താ. അതായത് ഈ പറയുന്ന ചില സാധനങ്ങൾ കറക്റ്റും ചില സാധനങ്ങൾ കറക്റ്റ് അല്ലാന്നും പറയുന്നത്. അതപ്പോ എല്ലാരും അവനവന്റെ കാര്യം വരുമ്പോ എല്ലാരും തിരിച്ചേ പറയും. ഞാനത് ഒരു പോയിന്റ് കഴിയുമ്പോൾ അനുമോളിന്റെ അടുത്ത് ആര്യൻ വഴക്ക് കൂടാൻ പോവാറില്ല. ആര്യൻ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഒന്ന് വിട്ടുകൊടുക്കും. അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ബിക്കോസ് എനിക്കറിയാം അനുമോൾ നല്ല PR സപ്പോർട്ട് ഉണ്ട് പുറത്ത്. അതിന് നിനക്ക് എന്താണ് നഷ്ടം? I don't want to, you know, and self-respect is important, correct? And also ഈ പറഞ്ഞ പോലെ നമ്മൾ അനുമോളിനെ പേടിച്ചിട്ടാണോ ആര്യൻ? തീർച്ചയായിട്ടും ആർക്കും അനുമോളിനെ പേടിയില്ലാത്തത്. പക്ഷെ ഈ അനുമോളിന്റെ PR പേടിച്ചിട്ട് അനുമോളിന് ഒരു ലെവൽ താഴെ. പേടി എന്ന് പറയില്ല, ഇറ്റ്സ് നോട്ട് പേടി, ഇറ്റ്സ് ഞാൻ ചിരിച്ചു പോയനെ. പ്രിവെൻഷൻ. പേടിയാണല്ലോ പ്രിവെൻഷനിലേക്ക്. അല്ല, ഒരു അസുഖം വരുന്നുള്ള പേടി ഉണ്ടാകുമ്പോഴാണല്ലോ അതിന് നമ്മൾ പ്രിവെൻഷൻ. അത് നോക്ക്, എന്നോട് ഞാൻ പറഞ്ഞ എന്നെ തിരുത്താൻ വരരുത് കേട്ടോ. സോറി കഞ്ഞിക്ക, അല്ല കുഞ്ഞിക്ക. ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കാറുണ്ട്, വേറെ ആരെയും അനുമോള് പറയാറില്ല, ആര്യനെ മാത്രമാണ് എപ്പോഴും പറയുന്നത് കാശുണ്ട് കാശുണ്ട് കാശുണ്ട്. എന്നോട് സത്യം പറഞ്ഞാൽ പ്രത്യേകത ഇഷ്ടമുണ്ട് അവൾക്ക്. എനിക്കും തോന്നിയിട്ടുണ്ട് അടിപൊളി. ആൺകുട്ടീനെ കിട്ടിയില്ലെങ്കിൽ അയാളെ കൊല്ലാം. ആ ഒരു മൈൻഡ് സെറ്റ്. കൊല്ലാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു ആൺകുട്ടീനെ കിട്ടാൻ ശ്രമിച്ചിൽ എനിക്കറിയില്ല. if you try to get a guy and if you're not able to get him, it's good to go against him. അങ്ങനെ പോലത്തെ ഒരു സൈക്കോളജി ഇടയ്ക്ക് തോന്നി എനിക്ക്. നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ കേട്ടോടാ. അന്ന് ജിസേലിന്റെ ഒരു പുതപ്പ് ഇഷ്യൂ ഉണ്ടായിരുന്നു. പൊതുവെ പുതപ്പ് സംഭവിച്ചില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, അത് ആര്യൻ പറയാം. ഇത്ര ക്യാമറ ഉണ്ട്, 72. യെസ് 72 ക്യാമറ ഉണ്ട്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ബിഗ് ബോസ് ഉണ്ട്, ലാലേട്ടൻ ഉണ്ട്, എല്ലാരും ഉണ്ട്. അവർ പറഞ്ഞു കണ്ടില്ല. അതുകൊണ്ടൊന്നുമില്ല. നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ച? പിന്നെ എന്തിനാണ് അനുമോൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ആ കാര്യം? ബ്ലാങ്കറ്റിനെ അടിയിൽ അവർ പറഞ്ഞത് അവർ മാറ്റി പറഞ്ഞിട്ടില്ല. അതല്ലേ ദൈവമേ ഇവിടുന്ന് നാശമാക്കും. ശൈത്യ പറഞ്ഞത് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കുറച്ച് കൂടുതൽ വന്നിട്ട് ഇങ്ങനെ സ്റ്റാർട്ടിങ് തൊട്ട് ഷി വാസ് കമ്മിങ് ടു ടോക്ക് ടു മീ. ജിസേലിന്റെ അമ്മ വന്നപ്പോഴത്തേക്കും she looked little offended. Of course. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ആര്യനെ മാത്രം ചെറുതായിട്ട് അവോയ്ഡ് ചെയ്ത പോലെ തോന്നിയോ?
അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ആര്യന്റെ നോട്ടത്തിൽ ആ ഹൗസിൽ ഏറ്റവും ഫേക്ക് പേഴ്സൺ ആരാ? ശരിക്കും ഫേക്ക് അനുമോളാണ്. അനുമോൾ. പക്ഷേ ഷീസ് എ പേഴ്സൺ, ഞാൻ പറഞ്ഞതാണ്, ഷീസ് എ പേഴ്സൺ എന്ത് പറയുമ്പോഴത്തേക്കും പ്രോമിസ് ചെയ്തുകൊണ്ട് ഉത്തരം പറയുന്ന ഒരാളാണ്. ആ പ്രോമിസിനൊരു വാല്യൂ ഉണ്ട്. ആര്യൻ ഇറങ്ങിയപ്പം ഒരുപാട് പേര് കരഞ്ഞു. ഐ സോ ദാറ്റ് നമ്മുടെ സ്റ്റേജിൽ തന്നെ ചില അയ്യോ ഭയങ്കര ഞെട്ടലായിരുന്നു. ഒരുപാട് പെൺപിള്ളേരുടെ സ്വീറ്റ് ഹാർട്ടാണ്. അതൊക്കെ എനിക്ക് വയ്യ. എനിക്കെന്തോ പോലെ ഇത്രയും കോൺവെർസേഷൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്തായിരുന്നു ബ്ലാങ്കറ്റിനകത്ത്? ബ്ലാങ്കിനകത്ത് 2 മനുഷ്യന്മാർ കിടന്നുറങ്ങുന്നു. സിമ്പിൾ. പക്ഷേ ഇങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് സംസാരിച്ച് കിടക്കുന്നു. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഉണ്ടല്ലോ, നേരത്തെയും പറഞ്ഞിടും, നമ്മളൊരു കള്ളം ചെയ്തില്ലെങ്കിൽ നമ്മളത് മാറേണ്ട ആവശ്യമില്ല. ജിസേലിന്റെ അമ്മ എന്ന് പറഞ്ഞപ്പോ എന്തിനാ ബെഡ് മാറി കിടന്നു? When you said that's your lucky bed. ഇങ്ങനെ ഇഞ്ചായി കൊല്ലുന്നതിന് പകരം നീ എന്നെ ഒറ്റയടിക്കുന്നു കൊല്ലടാ. ശരിയാണല്ലോ, ഇവരെന്തിനാ ഈ ടോപ്പിക് എടുത്തുകൊണ്ടിരിക്കുന്നത്? അപ്പം ഞാൻ ആ പ്രൊവോക്കിംഗ് മാറ്റാൻ വേണ്ടിയും കുറച്ചും കൂടി ഈ ഗെയിമിലോട്ട് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഐ തോട്ട് പീപ്പിൾ ഹാവ് എ പ്രോബ്ലം ദാറ്റ് വി ആർ സ്ലീപ്പിംഗ് ടുഗദർ. ഇത് അമ്മ വന്നപ്പോഴാണോ മനസ്സിലായത്? അതുവരെ മനസ്സിലായില്ല. ഇല്ല, പൊതുവെ ആര്യനുണ്ട് ഓഫ് കോഴ്സ്. പിന്നെ ആരായിരിക്കും ഇതിനകത്തുണ്ടാവുക? പിന്നെ കൂടുതൽ ജിസേൽ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ബിക്കോസ് ഈ പറഞ്ഞ പോലെ എന്റെ ഏറ്റവും ക്ലോസ് ആയ ഞാനൊരു പുതപ്പിന്റെ പടം വരച്ച് തന്നാലോ? അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.